പോയി. കളിയെന്തായി? സൂര്യ അഭിഷേക് അല്ലേ ഓപ്പണിങ്? ഞാൻ അന്നേരേ പറഞ്ഞ മീറ്റിങ്ങൾ സഞ്ജുവിനെയും ശാങ്കേഷിനെയും കളിപ്പിക്കൂലെന്ന്. ഇപ്പൊ എന്തായി? സൂര്യ ഓപ്പണിങ് ഇറങ്ങിയതല്ലടാ, സഞ്ജുവും കിഷനും നേരത്തെ ഔട്ടായതാ. സ്കോർ ബോർഡ് കാണിക്ക്. വേണ്ടടാ, നീ കാണണ്ട. എന്നെ ഒന്ന് കാണിക്കൂലേ? ഇങ്ങനെ കാണാൻ മാത്രമൊന്നും അവരെടുത്തിട്ടില്ലടാ. മുളയിലെ നുള്ളിക്കളഞ്ഞില്ല അവര്. നീ കഴിഞ്ഞ ഓടിയിൽ സെഞ്ചുറി അടിക്കും അല്ലേ? നീ പറന്നു നടന്ന് ക്യാച്ച് പിടിക്കും അല്ലേ? കാണിച്ചു തരാം. എടാ എന്നാട് ഇങ്ങനെ മിസ്ഫീൽഡ് ചെയ്ത് ഫ്ലിപ്സ് ആളെ പറ്റി ഫീൽഡ് ചെയ്താ അത് ഞാനല്ലേ മോനെ ബോൾ ചെയ്യുന്നു. അല്ല വേണമെങ്കിൽ ഞാൻ ബോളർക്ക് അടപ്പേ പിടിക്കാം. എന്നാലുണ്ട് അഭിഷേക് 8 ഓവർ ബാക്കിയില്ലല്ലോ. കുറച്ച് ബോള് മുട്ടി കളിച്ചിട്ട് സെഞ്ചുറി ആക്കി കൂടി. എൻ്റെ വീട്ടിൻ്റെ ചുമരിൽ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാരുടെ ഫോട്ടോ ഒന്നുമില്ല, ഒറ്റൊരാളെ ഫോട്ടോയേ ഉള്ളൂ. ഗ്രൗണ്ടിൽ ചോര തുപ്പിയിട്ട് ടീമിനെ കപ്പെടുത്ത് കൊടുത്ത ഒരാളെ ഫോട്ടോ. 6 എങ്കിൽ 6, ഔട്ടെങ്കിൽ ഔട്ട്. സെൽഫിഷ് കളി അഭിഷേക് ശർമ്മ കളിക്കൂല. നീ ഇന്ത്യൻ്റെ ഓടി തന്നെ സെഞ്ചുറി അടിക്കല്ലേ? നിനക്ക് ഇന്ത്യൻ ടീമിനെ കണ്ടുകൂടാ അല്ലേ? ബാറ്റിങ്ങിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കിടിലൻ ക്യാച്ചും എടുത്ത് നല്ലൊരു റിവ്യൂ ഡിസിഷൻ എടുത്ത് ഇത് റൊമാൻറ്റിക് താനേന്ന് പറയണമെന്നുണ്ടേനും. പിന്നെ ഒരു റണ്ണൗട്ടും മിസ്സാക്കി ഒരു റിവ്യൂവും കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് അടുത്തേ പിടിക്കാം. എന്നാലും നീ ഇവൻ്റെ ഓവറിൽ ഇത്രപ്പാട് റൺ എടുക്കണ്ടേനു. എമ്മാരി തിരിച്ചടി ഇവൻ അടിക്കുന്ന ഒരു മയം വേണ്ടേ? സംഭവം കളി നമ്മൾ ജയിച്ച്, പക്ഷെങ്കിൽ ഈ ഫീൽഡിങ്ങാണ് നമ്മളിനി തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു 10 ബാറ്റ്സ്മാൻമാരെ കളിപ്പിക്കേണ്ടി വരും ഈ മിസ്ഫീൽഡിന് വേണ്ടിയിട്ടുള്ള റണ്ണാക്കി വെക്കാൻ. കിഷൻ മോനു, നീയോ റണ്ണൊന്നും എടുക്കാണ്ട് കുറേ മിസ്ഫീൽഡ് നടത്തിയത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. ഞാൻ നമ്പറൊന്ന് കറക്കി അയാളെ ഒന്ന് വിളിക്ക്. കുറച്ച് ടിപ്സ് ആവശ്യമുണ്ട്.